സാർ, ഇവിടെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? സാർ, നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് ഫാസിസത്തിലേക്ക് കൊണ്ടുപോയത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അന്ന് ആ ഹിറ്റ്ലറുടെ ഫാസിസത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി. തനിക്കതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹം പറഞ്ഞു, അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞാണ്. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് അല്ല. എന്റെ പൊന്നു ചേട്ടാ, ഇതൊരു 100 തവണ 100 പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലോ. ഇതെന്നാ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്യുന്നത്? പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ജൂതന്മാരെ അന്വേഷിച്ചാണ്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. എന്നാൽ അവസാനം അവർ വന്നത് എൻ്റെ അടുത്തേക്കാണ്. എന്നെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു മാറ്റവും ഇല്ലല്ലോ. सुरेश गोपी जी, आपका नाम लिया है, आप कुछ बोलना चाहते हैं? Sir, I definitely do want to keep the decorum of the house and also the position that I am in. No. English വേണ്ട. നീ ആര് സായിപ്പിനുണ്ടായതാ? മുടിഞ്ഞ ഇംഗ്ലീഷ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. But unnecessarily my name was taken to rake up a certain situation which is worming in the state of Kerala. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. I will tell you, these people in the Assembly of Kerala have passed a resolution. എടാ, നീ എനിക്കൊരു പാരായിട്ട് ഇറങ്ങിയിരിക്കണല്ലേടാ. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. Agreed. You just wait for this episode. It is happening. The people of Kerala. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. Sir, thank you. I cannot yield. I will not yield. I will not yield. Thank you. No, please. No. എല്ലാരും വിളിച്ചു. എന്നാ പിന്നെ ഞാനങ്ങട്